ക്ലൈമാക്സിലായപ്പോൾ ഒരു ഫൈറ്റും കാര്യങ്ങളും കൂടി വന്നിട്ട് അതിനൊക്കെ BGM ഒക്കെ കയറി വരുമ്പോഴില്ല കോരിതെരിപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും പറയും ആ ബിസിനസ് എന്ന് പറഞ്ഞോളാം. പക്ഷെ എന്നാലും നല്ലൊരു എന്റർടൈനർ ആണ്. അത് ദോ സീനാന്ന് എല്ലാവരും പറയുന്നത്. ഒരു സംശയമില്ല. എല്ലാവർക്കും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ പടമാണല്ലോ. അപ്പം എന്താ വെച്ചാൽ എല്ലാവരും ഹാപ്പി ആവും കണ്ടു കഴിയുമ്പോൾ. ആ ഹാപ്പിനെസ് തന്നെയാണ് ഞാനും ഇപ്പോൾ. അതായത് അതിലൊക്കെ പെർഫോമൻസ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അത് വിഷു ആവേശം കൊണ്ടുപോയി, അങ്ങനെ വേണം പറയാം. അത് മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് പറയുന്നു. അതാണ് പടം. പടത്തിൽ എടുത്തു പറയേണ്ടത് മറ്റേ ഫിലിമിൻ്റെ ഒക്കെ മ്യൂസിക് നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട്. BGM ആയാലും എന്തായാലും രസമായിട്ട് വന്നിട്ട്. പിന്നെ ക്ലൈമാക്സിലായപ്പോൾ ഒരു ഫൈറ്റും കാര്യങ്ങളും കൂടി വന്നിട്ട് അതിനൊക്കെ BGM ഒക്കെ കയറി വരുമ്പോഴില്ല കോരിതെരിപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും കിടല് മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫ് അല്ലല്ലോ അത്. ഫസ്റ്റ് ഹാഫ് പോയ സമയം അറിഞ്ഞൂടാ. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഒരു വലിച്ചിൽ പോലെ വന്നു. പക്ഷെ ക്ലൈമാക്സ് ആയപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ക്ലൈമാക്സ് ഫുൾ എൻ്റർടൈനർ ആയിരുന്നു. പിന്നെ ഞാൻ പറയില്ലേ, സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് ആയപ്പോൾ കുറച്ച് വലിച്ചിൽ പോലെ തോന്നി. പക്ഷെ അത് മേക്കപ്പ് ചെയ്ത് ക്ലൈമാക്സ് വന്നു. അത് കാരണം രസമായിട്ട് വന്നു. എന്താ ആ മ്യൂസിക്കും ആ BGM കൂടി കയറി വന്നപ്പോൾ കിട്ടില്ലെന്നാണ്. ഒരു രക്ഷയില്ലാതെ വേണം. മസ്റ്റ് തിയേറ്റർ വാച്ചോന്ന് പറയും. കാരണം വിഷു ആവേശമുണ്ട്. കണ്ടായിരുന്നോ? ഗംഭീരായിരുന്നു. ഫഹദ് ഇതുവരെ കാണാത്തൊരു ഫഹദിനെ കണ്ടു. അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലേക്കാണ്. ഭയങ്കര ഹാപ്പിയാണ്. ആ 3 പിള്ളേരും സൂപ്പറാണ്. പിന്നെ ഉറപ്പായിട്ടും പറയും ആ ബിസിനസ് എന്ന് പറഞ്ഞോളാം. പക്ഷെ എന്നാലും നല്ലൊരു എന്റർടൈനർ ആണ്. നല്ല ഹാപ്പി ആയിട്ടിരുന്നതാണ്. ഫഹദിന്റെ അഭിനയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുമായിട്ട് ഒരു എക്സ്പീരിയൻസ്? അത് ദോ സീനാന്ന് എല്ലാവരും പറയുന്നത്. Like I'm a big fan, so I thoroughly enjoyed Fahad in the movie. Thank you.